ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ വിജയദശമിയോടനുബന്ധിച്ചിട്ടുള്ള പൂജ വയ്പ്പാണ്. അപ്പോൾ എല്ലാ വർഷവും സാധാരണ ഞാൻ തന്നെയാണ് ചെയ്യാറ്, അതായത് ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത്തവണ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ശരത്തേട്ടനും സൂരജേട്ടനും കൂടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്യക്കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ശരത്തേട്ടൻ ആക്ച്വലി ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കാരണം അവർ നോർമലി മാത്രമേ പൂജ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗൊലു സെറ്റ് ചെയ്ത് പൂജ വയ്ക്കാറില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഞങ്ങളുടെ കോട്ടയ്ക്കകത്ത് വീട്ടിലായിരുന്ന സമയത്തും അതേപോലെ ഗൊലു സെറ്റ് ചെയ്ത് പൂജ വയ്ക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ടേബിളിലായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിലേക്ക് മാറിയ സമയം തൊട്ട് ഇതുപോലെ ബ്രാഹ്മിൻസൊക്കെ സെറ്റ് ചെയ്യണ രീതിയിൽ ഗൊലു സെറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റാൻഡ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു 3 വർഷം മുന്നേ, 3 വർഷമല്ല സോറി, ഒരു 2 ഇയേഴ്സ് മുന്നേ ചെന്നൈയിൽ നിന്ന് സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുത്തിയതാണ്. അപ്പോൾ അതിനന്ന് ഹെൽപ്പ് ചെയ്തത് അശ്വിൻ്റെ ഒരു ഫ്രണ്ട് ആഷ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പോൾ പുള്ളിയാണ് അവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾക്കിത് കൊറിയർ അയച്ചു തന്നെ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു അശ്വിൻ ആൻഡ് ആഷ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗൊലുബൊമ്മയെല്ലാം സെറ്റ് ചെയ്തത് ഇവിടെ ഈസ്റ്റ് ഫോർട്ടിൽ ഇത് ഈ സമയമാകുമ്പോഴത്തേക്ക് അവർ സെയിലിന് വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്നാണ് മേടിച്ചത്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് കഴിയുമ്പോൾ വർഷങ്ങളോളം ഈ ബൊമ്മകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ ഓൾമോസ്റ്റ് എല്ലാം ഫിൽഡ് ആയതുകൊണ്ട് ഈ വർഷം നമ്മളങ്ങനെ പുതിയ ബൊമ്മയോ കാര്യങ്ങളോ ഒന്നും മേടിച്ചില്ല. പക്ഷേ നമുക്ക് ഓരോ വർഷവും മാറ്റി മാറ്റി പുതിയ ടൈപ്പ് ബൊമ്മ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും മേടിക്കാം. പക്ഷേ ഇതൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്.
അങ്ങനെ ഞങ്ങൾ പൂജയെടുപ്പൊക്കെ കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അമ്മ. താങ്ക് യു. ആദ്യം ശരിക്കും അരുണെ മാത്രം ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ അരുണിൻ്റെ കൂടെ ഒരു കമ്പനിക്ക് ഞാനും കൂടെ പോകാമെന്ന് കരുതി. എന്തെങ്കിലും ഒരു എക്സസൈസും കൂടെ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിൽ. ഞങ്ങൾക്ക് നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ. ഡാൻസ് ക്ലാസ് രാവിലെ ആയിരുന്നു. ഈവനിങ് ആയപ്പോൾ അരുണെ വയലിൻ ക്ലാസ്സിലും കൂടെ ചേർത്തു. ചില പിള്ളേര് ആൺപിള്ളേരാണെങ്കിൽ ഭയങ്കര വാലായിരിക്കും. 7 വയസ്സ് കുറച്ചുകൂടെ ഒതുങ്ങിയിരിക്കും. ആൺപിള്ളേരായിരിക്കത്തില്ല. ഇവിടെയൊക്കെ ഇവിടെയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇ എന്ന് പറയും. ഇ എ ടി ആൻഡ് ജി എന്ന് പറയുന്നത്. അതെന്തെന്ന് പറയുന്നതെന്ന് വെച്ചാൽ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഓരോ നോട്ട്സിന്റെ പേരാണ് ഇ എ ഡി ജി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സ്വരങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേണിലെ ഒരു നോട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ പേര് ഇ എ ഡി ജി എന്ന് പറയുമ്പോൾ അത് അവരിലെ ഓരോ സ്വരം നമ്മുടെ നോട്ട്സിന്റെ പേര്. ഇതിനെ ബ്രിഡ്ജ് എന്ന് പറയും. പാലം പോലെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റിക്ക് ആണ്. ഉണ്ടായിരുന്നു സൗണ്ട് പോസ്റ്റ് എന്നാണ്. സൗണ്ട് പോസ്റ്റ് ഹാർട്ട് വയൽ എന്നാണ്. വയലിൻ്റെ ഹാർട്ട് എന്നാണ്. ഹാർട്ടില്ലെങ്കിൽ വയലിന്. പിന്നെ ഫ്രണ്ട് ബോർഡ് എന്ന് പറയും. പിന്നെ ബാക്ക് ബോർഡ് എന്ന് പറയും. ബ്ലാക്കിന് ഫിംഗർ ബോർഡ് എന്ന് പറയും. ഇത് എഫ് പോലെയല്ലേ ഇരിക്കുന്നത്. എഫ് ഷേപ്പ് ഇരിക്കുന്ന ഹോളാണ് എഫ് ഹോൾ എന്ന് പറയും. ഇതൊക്കെ പതുക്കെ കേട്ട് പഠിക്കത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ മറന്നു പോകും. സ്ട്രിങ്സിൻ്റെ പേര് മറക്കരുത്. പതുക്കെ 4-5 ക്ലാസ് ആകുമ്പോൾ അത് ഫുള്ളായിട്ട് പാർട്സ് പഠിച്ചെടുക്കാൻ. സ്ട്രിങ്സിൻ്റെ പേര് ഒരിക്കലും മറക്കരുത്. ഇ എ ടി ജി ഓരോന്നിൻ്റെയും തിക്നെസ് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാ തിക്നെസ്സിലോട്ടാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ബോർഡ് എന്ന് പറയും. ഇത് ബാക്ക് ബോർഡ് എന്ന് പറയും. ഈ ബ്ലാക്ക് വെള്ളം വെച്ച് പറയുന്നത് ഫിംഗർ ബോർഡാണ്. ഇതിനെ റിപ്പെന്ന് പറയും. 4 റിപ്പും 2 വേസ്റ്റും ഉള്ളത്. ഇതിൻ്റെ വേസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ അത് മുന്നേ എങ്കിലും കൊണ്ടുവന്ന് വായിച്ചതൊക്കെയാണ് പറയുന്നത്. ഇതിനെ ടേൽ പീസ് എന്ന് പറയും. ടേൽ ലൂപ്പ് എന്ന് പറയും. ചേട്ട പോലെ ടേക്കിനകത്ത് കണ്ണും പോലെ ഇരിക്കുന്നുണ്ട്. ഐസ് എന്ന് പറയും. കഴുത്ത് പോലെ ഇരിക്കുന്നുണ്ട്. കഴുത്തേൻ്റെ കഴുത്തോടെ തല പോലെ ഇരിക്കുന്നുണ്ട്. സ്കോൾ കിടക്കുന്നത്. പിന്നെ പെഗ് എന്ന് പറയും. വെസ്റ്റേൻ്റെ ഒരു ഗരുഡാന്നാണ് പറയുന്നത്. ഇത് ബോ ഒറിജിനൽ കുതിരയുടെ വാലിൻ്റെ അതേ ഒരു കുതിര വാല. അപ്പോൾ നമുക്ക് നോക്കാം. വലുത് കാലം ഇപ്പുറത്ത് ഈ കാലം ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെയാണ് നമ്മൾ കർണാടക ഹോൾഡ് ചെയ്യുന്നത്. ബോ പിടിക്കണം. ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ നമ്മുടെ പേര് ആരാധി പിടിക്കുന്ന പോലെ ഇവിടെ പിടിച്ച് സ്ട്രൈറ്റ് അവിടെയാണ്. എന്നിട്ട് ആരാധിരിക്കുന്ന ഭാഗത്തുനിന്ന് ലെങ്ത് ബോയുടെ ലെങ്ത് അങ്ങോട്ട് കൂടിയ ഭാഗം അങ്ങോട്ടേക്ക് കൈനെ ബെയിൻ ചെയ്യും. പേന എങ്ങനെ പിടിക്കുന്നു? നേരെ ഓപ്പോസിറ്റ്. പേന നമ്മളിങ്ങനെ ലെഫ്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊരു തൊട്ടിട്ടില്ലല്ലോ. നമ്മുടെ വയലിൽ എന്തെങ്കിലും കാണിക്കാൻ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് തുടങ്ങാം.
നോക്കിയോ നമ്മൾ പ്ലേ ചെയ്യുന്നത് ബ്രിഡ്ജിന് ഫിംഗർ ബോർഡിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് തുടങ്ങാമോ? ശരിയാണോ? അപ്പൊ നോക്കിയോ എന്താ നമ്മുടെ വയലിന്റെ പ്രത്യേകത, വയലിൻ സ്കോളിലെ കിങ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്നാ പറയുന്നത്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതിന് ഇടയ്ക്കുള്ള ഒരു പ്രഷറിലാണ് നല്ല സൗണ്ട് വരുന്നത്. ഒന്നങ്ങനെ വായിച്ചു നോക്കി. നമ്മൾ സെക്കൻഡ് സിംഗിൾ പ്ലേ ചെയ്ത് ഇനിയിപ്പോൾ മോള് സെക്കൻഡിലാണ് വായിക്കുന്നത്. സെക്കൻഡ് സിംഗിൾ വെച്ചാൽ സാന്ന് പറയുന്ന സൗണ്ടൊക്കെ ആയിരുന്നു. സാ ഫസ്റ്റിൽ വെച്ചാൽ പാ വരും. പാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? പാട്ടൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടോ? നോക്കിയോ, നമുക്കൊരു പാട്ട് പഠിക്കാൻ, ഇപ്പൊ സിനിമാ പാട്ട് എന്ത് പഠിക്കാനായാലും വെസ്റ്റേൺ എനിക്ക് ഇഷ്ടമാണ്. വെസ്റ്റേൺ പഠിച്ചാലും പാട്ട് പഠിക്കാം, ക്ലാസിക്കൽ കർണാട്ടിക് പഠിച്ചാലും പാട്ട് പഠിക്കാം. അപ്പോൾ വെസ്റ്റേൺ നമ്മളെപ്പോഴും സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഒരു വിറയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും. ചില അവരുടെ സ്റ്റൈൽ അങ്ങനെയാണ്. ഫോറിനേഴ്സ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഇംഗ്ലീഷ് കേൾക്കാറുണ്ട്. ഇല്ല, ഇംഗ്ലീഷാണ് കേൾക്കുന്നത്. അപ്പൊ വെസ്റ്റേൺ വരുമ്പോ വെസ്റ്റേൺ അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു വിറക്കുന്ന പോലെ. ഒരു വിറക്കുന്ന ടോണൊക്കെ. ഇനി കർണാട്ടിക്കിന്റെ ഇതെന്ന് പറയുന്നത് കർണാട്ടിക് നമ്മൾ ഈ സ്റ്റൈലൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? പാട്ട് കേട്ടോണ്ടെന്ന് അറിയാം. അങ്ങനെ വയലിൻ ക്ലാസ് കഴിഞ്ഞ് പാട്ട് പഠിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് മണക്കാട് ഗോപൻ ചേട്ടൻ്റെ വീട്. അപ്പം ഗോപൻ ചേട്ടൻ്റെ അവിടെയാണ് ഇവർ രണ്ടുപേരെയും കൂടെ പാട്ടിന് ചേർത്തത്. ഭൂമിക്കുട്ടീനെയും കൂടെ ചേർത്തു, പക്ഷേ ഭൂമിക്കുട്ടി ഭയങ്കര ചെറുതായതുകൊണ്ട് ക്ലാസ്സിന് ഇരിക്കുമെന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്തു. അങ്ങനെ ആര്യക്കുട്ടിയും ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയൊക്കെ പോകുന്നുണ്ട്. അല്ല ചേച്ചി ധൈര്യമായിട്ട് സംസാരിച്ചോ. അവള് പോയി അവിടെ ഇരുന്നു. തുടങ്ങുന്നില്ലേ? കരാട്ടെ കൂടെ പഠിക്കണം.
Pa. Sa. Pa. Sa. തിരിച്ചേ സാ രേ ധ പ മ Thanks for watching.